अस्सलामु अलैकुम वरहमतुल्लाहि ताला वबरकातुह। बिस्मिल्लाह बिस्मिल्लाह अल्हम्दुलिल्लाह वस्सलातु वस्सलामु अला अशറഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ ഉസ്താദ്മാരെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട മുതാലിം സുഹൃത്തുക്കളെ, സിറാജുൽ ഹുദ സ്കൂൾ ഓഫ് തഹ്ഫീദുൽ ഖുർആൻ സംഘടിപ്പിച്ച വിദ്യാർത്ഥി ഫെസ്റ്റിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. ഈ അവസരത്തിൽ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് അല്പം ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു. മക്കയിലെ പ്രശസ്ത കുടുംബമായ ഖുറൈശി തറവാട്ടിലെ പ്രധാനികളിൽ ഒരാളായിരുന്നു അബ്ദുൽ മുത്തലിബ്. ആ അബ്ദുൽ മുത്തലിബിന്റെ 10 മക്കളിൽ ഏറ്റവും സുന്ദരനും ആകാര ഭംഗിയുമുള്ള മകനായിരുന്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു എന്നവർ. ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് തന്റെ അതേ കുടുംബത്തിലെ മറ്റൊരു കാരണവരായിരുന്ന അബ്ദുൽ മനാഫിന്റെ മകൾ വഹബിന്റെ വീട്ടിൽ ചെന്നു. വഹബിന്റെ മകൾ അതിസുന്ദരിയും നല്ല അറിവുണ്ടായിരുന്ന ആമിന ബീബി എന്ന മകളെ തന്റെ മകൾ അബ്ദുള്ളക്ക് വിവാഹം ആലോചിച്ചായിരുന്നു ആ യാത്ര. വിവാഹാലോചന നടന്നു. 2 കുടുംബത്തിനും സമ്മതമായി. ആ വിവാഹം നടന്നു. ആ ദാമ്പത്യം 2-3 മാസം കഴിഞ്ഞതേ ഉള്ളൂ. ആമിന ബീബി ഗർഭിണിയായിരുന്നു. അബ്ദുള്ള റളിയല്ലാഹു അൻഹു കച്ചവട യാത്രയിലായിരുന്നു. പെട്ടെന്ന് മദീനയിൽ വെച്ച് പനി പിടിച്ച് ഇഹലോകവാസം വെടിഞ്ഞു. ഈ വിവരം വീട്ടിലറിഞ്ഞ ആമിന ബീവി സങ്കടപ്പെട്ടു. പിതാമഹനായ അബ്ദുൽ മുത്തലിബ് ആമിന ബീവിയെ ആശ്വാസപ്പെടുത്തി. മാസങ്ങൾ കഴിഞ്ഞു. ആമിന ബീവി പ്രസവിച്ചു. പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങുന്ന ഒരാൺകുഞ്ഞ്. സ്വപ്നത്തിൽ ദർശിച്ചതുപോലെ അബ്ദുൽ മുത്തലിബ് ആ മകനെയും എടുത്ത് കഅബയിൽ കൊണ്ടുപോയി മുഹമ്മദ് എന്ന പേര് വിളിച്ചു. വേദകർമ്മങ്ങളൊക്കെ മുറ പോലെ ചെയ്തു തീർത്തു. ആമിന ബീവിയുടെ മുല കുടിച്ച് ആ മകൻ വളർന്നുകൊണ്ടിരിക്കെ മുലയൂട്ടുന്നതിനായി ഹലീമ ബീവി എന്ന സ്ത്രീയെ ഏൽപ്പിച്ചു. ഹലീമ ബീവിക്ക് അതേ പ്രായമുള്ള ഒരു മകനുമുണ്ട്. ലംറത്ത് എന്നായിരുന്നു ആ കുട്ടിയുടെ പേര്. അവർ കളിച്ചും ചിരിച്ചും വളർന്നു. വർഷങ്ങൾ കഴിഞ്ഞു. ഹലീമ ബീവി മുത്തുമോനെ ആമിന ബീവിയിലേക്ക് തിരിച്ചേൽപ്പിച്ചു. 6 വയസ്സായപ്പോൾ തന്റെ പിതാവിന്റെ ഖബർ കാണിക്കാനും അമ്മാവന്മാരെ പരിചയപ്പെടുത്താൻ വേണ്ടി ഉമ്മൈമൻ എന്ന സ്ത്രീയും കൂട്ടി ആമിന ബീവി കുട്ടിയോടൊപ്പം മദീനയിലേക്ക് പോയി. അബാ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ആമിന ബീവിക്ക് പരിപാലിക്കുകയും വഫാത്താവുകയും ചെയ്തു. ഹലീമ ബീവി ഉമ്മൈമനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കൂടി ആമിന ബീവിയെ ഖബറടക്കി തിരിച്ചു പോന്നു. കുട്ടി അബ്ദുൽ മുത്തലിബിന്റെ അടുത്ത് ഏൽപ്പിച്ചു. വലിയപ്പ ആ മകനെ നന്നായി നോക്കി വളർത്തി. 8 വയസ്സായപ്പോൾ വലിയപ്പയും വഫാത്തായി. അപ്പോൾ എളാപ്പയായ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റെടുത്ത് വളർത്തി. തമാശക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചിരുന്നത്. കൂട്ടുകാരെ, നാം ഒരിക്കലും കളവ് പറയരുത്. ഹലീമ ബീവിയുടെ വീട്ടിൽ കഴിയുന്ന സമയത്ത് നമ്രത്തിന്റെ കൂടെ ആടുമേക്കാൻ പോകുമായിരുന്നു. അന്നാണ് മലക്കുകൾ വന്ന് ഹൃദയം എടുത്ത് ശുദ്ധിയാക്കി വെച്ച സംഭവം ഉണ്ടായത്. അക്കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹലീമ ബീവിയുടെ ഒരൊറ്റ മുല മാത്രമേ കുടിച്ചിരുന്നുള്ളൂ. കാരണം നമ്രത്ത് എന്ന കൂട്ടുകാരന് വേണ്ടിയായിരുന്നു മറ്റേത് കുടിക്കാതിരുന്നത്. അപ്പോൾ ചെറുപ്പത്തിലെ നീതി കാത്തു സൂക്ഷിച്ചോ? ഇങ്ങനെ പറഞ്ഞാൽ തീരില്ല. അള്ളാഹു മുത്തനബിയോടൊപ്പം നമ്മെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അമീൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. മത്സരം തുടരുന്നു.